ശ്രീ എസ് കെ സജീഷ്, കഴിഞ്ഞ തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CM രവീന്ദ്രന് നോട്ടീസ് നൽകിയ ദിവസം അന്നായിരുന്നുവല്ലോ ഇടതുപക്ഷം സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രതിഷേധം നടത്തിയത്. അതായത് ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ, അതായത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇടതുപക്ഷം ചെയ്തത്. ആ ദിവസം തന്നെ CM രവീന്ദ്രന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CM രവീന്ദ്രന് നോട്ടീസും കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിഞ്ഞില്ല. കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ദിവസങ്ങളിൽ LDFും CPMും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം രാഷ്ട്രീയമായി കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു, അത് അനുവദിക്കുകയില്ല എന്നാണ്. ഇപ്പോൾ CM രവീന്ദ്രനെ വീണ്ടും വിടാതെ ED പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇതേ നിലപാട് തന്നെയാണോ CPMനുള്ളത്? ശ്രീ മഞ്ജുഷ്, ഇതിൽ നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു കാര്യം, അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ആ അവകാശത്തെ ആരും നിഷേധിക്കുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നതുകൊണ്ട് അയാൾ കുറ്റക്കാരനുമാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം നിയമപ്രകാരം അവർ നടത്തിക്കൊള്ളട്ടെ, അതിനാരും എതിരല്ല. പക്ഷേ നേരത്തെ താങ്കൾ ഉന്നയിച്ച വിഷയത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് പൊതുവായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, രാജ്യത്ത് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അതുപോലെ തന്നെ എതിരാളികളുടെ തങ്ങളുടെ വശത്താക്കാനും എതിരാളികളെ ആക്രമിക്കാനും എല്ലാം അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന കാഴ്ച ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ തന്നെ കേരളത്തിലും സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ വേണ്ടി വന്ന ഏജൻസി ആ സ്വർണ്ണക്കടത്തെല്ലാം വിട്ടുകൊണ്ട് ഇപ്പോൾ സ്വർണം കൊണ്ടുവന്നത് ആരാണ് എന്ന് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിക്ക് സമയമില്ല. സ്വർണം ആരുടെ കയ്യിലാണെത്തിയത് എന്ന് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിക്ക് സമയമില്ല. അതിന് പകരം അവർ കുറേ പുകമറ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളെ തടയാനുമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടുകളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിൻ്റെ വൻകിട വികസന പദ്ധതികൾ, ആ പദ്ധതികളെ അട്ടിമറിക്കാനും സംശയത്തിൻ്റെ നിഴലിലാക്കാനും അത് താൽക്കാലികമായിട്ടെങ്കിലും അതൊരു പ്രവർത്തനത്തെ നിശ്ചലമാക്കാനും എല്ലാമുള്ള ബോധപൂർവമായ ഇടപെടൽ ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഓരോ വികസന പ്രവർത്തനത്തിൻ്റെയും യഥാർത്ഥ വസ്തുതയുണ്ട്, അത് ജനങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഗുണപരമായി മാറേണ്ടതാണ്, അതിനാണ് തടസ്സം നിൽക്കുന്നത് എന്നെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നിന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 21 തവണ സ്വർണം അയച്ച പ്രതിയെ ഇതുവരെ ഈ അന്വേഷണ ഏജൻസി കണ്ടെത്താനോ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടും ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല. ഫൈസൽ ഫരീദിന്റെ കാര്യമാണ്. ഇടപെട്ടെന്ന് ചോദിച്ചോട്ടെ, സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം ഉപേക്ഷിച്ചിട്ട് സംസ്ഥാനത്തെ വികസന പദ്ധതികളിലേക്ക് ലക്ഷ്യം വെക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന്. പക്ഷേ ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്ന സത്യവാങ്മൂലം അത് പരിശോധിച്ചാൽ പോലും അറിയും സ്വർണ്ണക്കടത്ത് കേസ് തന്നെയാണ് ഇവർ അന്വേഷിക്കുന്നത്. അതായത് കള്ളപ്പണ ഇടപാട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാട്. അതിൽ തന്നെ 15ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. ഡ്യൂറിംഗ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ശ്രീമതി സ്വപ്ന റെക്കോർഡഡ് ഓൺ 10/11/2020 she was shown certain WhatsApp messages exchanged between her and Mr. Shivashankar, and she was asked to explain the contents. In reply, she has categorically stated that. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, മിസ്റ്റർ ശിവശങ്കർ ആൻഡ് ഹിസ് ടീം ഇൻ ദ CMO വാസ് ഫുള്ളി അവെയർ ഓഫ് ദ ഗോൾഡ് സ്മഗ്ലിംഗ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഐറ്റംസ് ഡൺ ത്രൂ ഡിപ്ലോമാറ്റിക് ചാനൽ എന്നാണ്. അവിടെ എവിടെയാണ്, ഏത് അന്വേഷണമാണോ അവർ നടത്തുന്നത് ആ അന്വേഷണത്തിൽ നിന്ന് വിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയി എന്ന് പറയുവാൻ സാധിക്കുന്നത്? ഇത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അവിടെ CMO ഓഫീസിനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ചെയ്തത്. ശിവശങ്കർ ആൻഡ് ടീം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ടീമിലെ ഒരാളായിട്ടല്ലേ CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് കാണുന്നത്? അത് വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാൻ വിളിച്ചിരിക്കുന്നതും. ശ്രീ മഞ്ജുഷ്, ഇതിൽ നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ അതിലേക്ക് തന്നെയാണ് കടന്നു വന്നത്. UAE കോൺസുലേറ്റിൻ്റെ പേരിലാണ് ഈ സ്വർണം വന്നിട്ടുള്ളത്. അതിലെ പ്രധാനികളെല്ലാം ഈ രാജ്യം വിട്ടു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും സാഹചര്യം നമ്മൾ കണ്ടു. വിമാനത്താവളത്തിലൂടെയാണ് ഈ സ്വർണം കടത്തിയത്, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ. താങ്കൾ പറയുന്ന ഏതായാലും ശരി, അതെല്ലാം ഡിപ്ലോമാറ്റിക് ബാഗേജ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ കസ്റ്റംസിൻ്റെ സഹായം ഉണ്ടാകുമല്ലോ.
കസ്റ്റംസിൻ്റെ സഹായമില്ലാതെ നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ. ഇത് KSRTC ബസ്സിലല്ലല്ലോ ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്. സ്വാഭാവികമായും കസ്റ്റംസിൻ്റെ സഹായമുണ്ടാകും. ഏതെങ്കിലും ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാനോ അത് ബോധ്യപ്പെടുത്താനോ ഇതുവരെ കോടതിക്ക് മുന്നിൽ പോലും ഈ ഏജൻസി കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പോൾ ED അന്വേഷിക്കുന്നത് സ്വാഭാവികമായും ഒരു FIRൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു FIR, ഒരു പോലീസ് റിപ്പോർട്ട് ഇത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ EDയുടെ അന്വേഷണത്തിന് ആധാരമായിട്ടുള്ള FIR തയ്യാറാക്കിയത്, റിപ്പോർട്ട് തയ്യാറാക്കുന്നത് NIA ആണ്. NIA റിപ്പോർട്ട് പ്രകാരം ലോക്കറിൽ കാണുന്ന പണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് NIAയുടെ FIRലും മറ്റും കാര്യങ്ങൾ വരുന്നത്. എന്നാൽ ED പറയുന്നു അത് കമ്മീഷൻ തുകയാണ് എന്ന്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അവർക്ക് ചില വാചകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുമെല്ലാം ചേർത്ത് വെക്കണം. അതിന് അവർ അടിസ്ഥാനമില്ലാത്ത പല വാക്കുകളും പലയിടത്തും പല സമയത്തും ചേർത്തത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം എന്ന് കരുതുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാം കാണേണ്ടത് കോടതിയെപ്പോലും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല. കോടതി പോലും ചോദിക്കുകയാണല്ലോ, നിങ്ങൾ ഈ മൊഴിയെടുത്തത് സ്വമേധയാ സമ്മതത്തോടു കൂടി എടുക്കപ്പെട്ട മൊഴിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട്. വേണമെങ്കിൽ കോടതിക്ക് അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. അത് ഇപ്പോൾ കോടതി പ്രയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് എന്നെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട്. അത് ഈ ഏജൻസിയെക്കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതേ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണോ ശ്രീ SK സജീഷ് ഇക്കാര്യം താങ്കൾ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതേ ലക്ഷ്യം തന്നെ ഈ കേന്ദ്ര ഏജൻസിക്ക് ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണോ CM രവീന്ദ്രനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്? CM രവീന്ദ്രനിലൂടെ യഥാർത്ഥ CMലേക്ക് അങ്ങനെ എത്തുക എന്നതാണോ EDയുടെ ലക്ഷ്യം? അതോ ഒരാളെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ കുറ്റക്കാരനാകുന്നില്ല എന്ന പതിവ് വാദം നിരത്തുകയാണോ ചെയ്യുന്നത്? നേരത്തെ ശിവശങ്കറിനെ ചോദ്യം ചെയ്ത സമയത്തും ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരാളെ ചോദ്യം ചെയ്തു എന്ന് വെച്ച് കാര്യമില്ല, അയാൾക്ക് എതിരെ എന്ത് കുറ്റമാണോ ഉള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന്. CM രവീന്ദ്രനെ അങ്ങനെ വെറുതെ ചോദ്യം ചെയ്യാൻ വിളിച്ചതായിരിക്കുമോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? അദ്ദേഹം ഹാജരാകാതിരുന്ന ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടതാണല്ലോ. ഏതെല്ലാം സ്ഥാപനങ്ങളിൽ പോയി റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് എന്ന് അറിയാവുന്നതാണല്ലോ. അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് കയ്യിലുണ്ടാകും. വെറുമൊരു ചോദ്യം ചെയ്യലായി ഇതിനെ കാണുന്നുണ്ടോ താങ്കൾ? ചെറിയൊരു ശബ്ദത്തിന്റെ പ്രശ്നമുണ്ടേ. വെറുമൊരു ചോദ്യം ചെയ്യലായി കാണുന്നുണ്ടോ? CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിനെ വെറുമൊരു ചോദ്യം ചെയ്യലായി കാണുന്നുണ്ടോ? ശ്രീ മഞ്ജുഷ്, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. ചെറിയൊരു ശബ്ദത്തിന്റെ അതുകൊണ്ടാണ് ചോദിച്ചത്. കേൾക്കാം, ഞാൻ പറയുന്നത് കേൾക്കാം. അതായത് ഞാൻ പറഞ്ഞു, ഒരു അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം നടത്താനും ആ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാനും എല്ലാമുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഒരു തരത്തിലും ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ആ അന്വേഷണ ഏജൻസി ആരെയെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം കുറ്റവാളി ആകുന്നുമില്ല. അങ്ങനെ കുറ്റവാളി ആകുന്നതിന് മുമ്പ് നമുക്ക് വിചാരണ ആരംഭിക്കേണ്ട കാര്യവുമില്ല. അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യട്ടെ. നമ്മുടെ മുന്നിൽ സമയമുണ്ടല്ലോ. നമുക്കറിയാമല്ലോ ഈ അന്വേഷണ ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ആരംഭിച്ചു. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇപ്പോൾ ഡിസംബർ ആയിരിക്കുന്നു. 5 മാസക്കാലമായി അങ്ങോളം ഇങ്ങോളം ഇവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ഏജൻസികളും ഇപ്പോഴും അവർക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പലയിടത്തേക്കും പല രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തൊന്നും U-ടേൺ അടിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് സമയമേറെ നമ്മുടെ മുന്നിലുണ്ട്. അവർ ഇപ്പോഴൊന്നും അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിച്ചു വന്നവരല്ല. അവർക്ക് കണ്ടെത്തലിനേക്കാൾ പ്രധാനം പുകമറ സൃഷ്ടിക്കലാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അവർ അന്വേഷിക്കട്ടെ. ശരി, ശ്രീ SK സജീഷ്.